നമസ്കാരം, ഞാൻ ബിന്ദു ടീച്ചർ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ മലയാള പാഠഭാഗങ്ങളുടെ വിശദീകരണവും പഠന പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. ആ പരമാർത്ഥം വളരെ പേർ ധരിച്ചിരിക്കില്ല. അപ്പം ഇതാണ് VTയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, ആ സമുദായത്തിൽ തന്നെ നിന്നുകൊണ്ട് അതിനുള്ളിൽ ഒരു വലിയ ഒരു ഒളിളക്കം സൃഷ്ടിക്കാനും ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കാനും അത് ഒരു വലിയ സാമൂഹ്യ മാറ്റത്തിന്, ഒരു വിപ്ലവത്തിന് കാരണമാകാനും സാധിച്ചു എന്നുള്ളതാണ് VTയുടെ നാടകത്തിൻ്റെ സവിശേഷത. ഇത് രചിച്ചിട്ടുള്ളത് കെ കേളപ്പൻ എന്ന് പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര സേനാനിയും ഒക്കെ ആയിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം ഒരു കേരള നവോത്ഥാന ചരിത്രത്തിൽ കേരള ഗാന്ധി എന്ന് ആണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഗാന്ധിജിയുടെ അടുത്ത അനുയായിയും സത്യാഗ്രഹ സമര ഭടനുമായിരുന്നു കേളപ്പൻ. അതുപോലെ തന്നെ അയിത്തത്തിനെതിരെ നടന്ന വൈക്കം സത്യാഗ്രഹം, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങിയ സത്യാഗ്രഹങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രസന്നിധിയിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചത് ഗാന്ധിജിയുടെ അഭ്യർത്ഥന പ്രകാരമാണ്. ഈ സത്യാഗ്രഹം കേരളത്തിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വഴി തെളിക്കുകയുണ്ടായി. അതുപോലെ പത്രപ്രവർത്തന രംഗത്തും കെ കേളപ്പൻ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു. മാതൃഭൂമി പത്രത്തിൻ്റെ സ്ഥാപകരിൽ ഒരാളും കൂടിയായിരുന്നു അദ്ദേഹം. ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തയും കെ കേളപ്പനെ കേരളീയ സമൂഹത്തിലൊരു മാതൃകാ പുരുഷനാക്കി. ഗാന്ധിയൻ ആദർശങ്ങൾ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നതിലും സാമൂഹിക അനീതികൾക്കെതിരെ പോരാടുന്നതിലും അദ്ദേഹം വളരെ നിസ്തുലമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ VTയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണത്തെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില കൃതികളും കൂടെ ഉണ്ട്. നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളത് 1929 പുറത്ത് വന്നത്. അതുപോലെ മറ്റൊരു നാടകമാണ് കരിഞ്ചന്ത എന്ന് പറയുന്നത്. അതുപോലെ കഥാസമാഹാരങ്ങളായ രജനീരംഗം, പൂമഴി, തെരഞ്ഞെടുത്ത കഥകൾ എന്നിവ അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ കണ്ണീരും കിനാവും വളരെ പ്രശസ്തമായ ആത്മകഥയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായ കൃതികളാണ് കർമ്മവിഭാഗം, ജീവിത സ്മരണകൾ, VTയുടെ സമ്പൂർണ്ണ കൃതികൾ എന്നൊക്കെയുള്ള കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പം ഇതാണ് VTയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ. മറ്റൊന്ന് NV കൃഷ്ണവാര്യർ എന്ന നമ്മുടെ കവിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ്. അദ്ദേഹം മലയാളത്തിലെ പത്രപ്രവർത്തനം, വിജ്ഞാന സാഹിത്യം, കവിത, സാഹിത്യ ഗവേഷണം എന്നീ മേഖലകളിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു ബഹുഭാഷാ പണ്ഡിതനും കവിയും സാഹിത്യ ചിന്തകനും ഒക്കെ ആയിരുന്നു. അദ്ദേഹം ഈ കവിതയിൽ വലിയ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. മലയാള സാഹിത്യ വിമർശന രംഗത്തെ പുരോഗമനവാദികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ മുഖ്യ പത്രാധിപരും വിജ്ഞാന കൈരളി പത്രാധിപർ, കുങ്കുമം വാരികയുടെ പത്രാധിപർ എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരമാണ് നീണ്ട കവിതകൾ 1948 പ്രസിദ്ധീകൃതമായി. ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിതാ സമാഹാരത്തിനും വള്ളത്തോളിൻ്റെ കാവ്യശില്പം എന്ന നിരൂപണ ഗ്രന്ഥത്തിനും വെല്ലുവിളികൾ പ്രതികരണങ്ങൾ എന്ന വൈജ്ഞാനിക സാഹിത്യ പുസ്തകത്തിനും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയുമാണ് ഇതിനോട് ചേർന്ന് വയ്ക്കാനുള്ള കാര്യങ്ങൾ. നമുക്ക് ഇതോടുകൂടി നമ്മുടെ ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പഠന പ്രവർത്തനങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.